നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ RSSന് അടിയറ വെച്ചുവെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി BM ഫിലിപ്പച്ചൻ ആരോപിച്ചു. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാരിജാതം മ്യൂസിക് ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ 26-ന് വയലാർ അനുസ്മരണവും ഗാനസദ്യയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. എല്ലാ കുടുംബങ്ങളിലും സുസ്ഥിര ജലവിതരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ കല്ലൂക്കുന്നിലെ ജലസംഭരണി നിർമ്മിക്കാനായി സ്ഥലം വിട്ടു നൽകിയ സലീന കസാലി, ജമീല ബീബി എന്നിവരെ മന്ത്രി ആദരിക്കുകയും സ്ഥലത്തിന്റെ വില കൈമാറുകയും ചെയ്തു. എല്ലാ കുടുംബങ്ങളിലും സുസ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ഡാമിൽ നിന്ന് 5 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വലിയ മാറ്റങ്ങൾക്കാണ് കട്ടപ്പന സാക്ഷ്യം വഹിക്കുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നിയോജക മണ്ഡലത്തിലും ജില്ലയിലും മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ നല്ല ശുദ്ധജല വിതരണം നടത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്നാൽ ഹൈറേഞ്ചിനെ സംബന്ധിച്ചും നമ്മുടെ ജില്ലയെ സംബന്ധിച്ചും മുൻകാലങ്ങളിലൊന്നും വാട്ടർ അതോറിറ്റിയുടെ വലിയ പദ്ധതികളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത്. ത്രിതല പഞ്ചായത്തിൻ്റെയും MLA MP ഫണ്ടും എല്ലാം വിനിയോഗിച്ചുകൊണ്ട് സാധ്യമാകുന്ന സോഴ്സിൽ നിന്ന് പറ്റുന്ന പോലെയുള്ള കുടിവെള്ള വിതരണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടെങ്കിലും പൂർണ്ണ തോതിൽ ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലാ വീട്ടിലും കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത ആവശ്യകത എന്തെന്ന് നോക്കിയാൽ, ഇപ്പോൾ സർഫേസ് വാട്ടർ, ഉപരിതലത്തിൻ്റെ വാട്ടർ എടുത്ത് പരിശോധിച്ചാൽ കാണുന്നത് അതിലെല്ലാം ഈ മനുഷ്യ വിസർജ ഘടകമുള്ളതായിട്ട് ജലജന്യ രോഗങ്ങൾക്കും ഇതര രീതിയിലും കൂടുതൽ ദോഷകരമാകുന്ന സ്ഥിതി രൂപപ്പെട്ടു വരുന്ന ഒരു കണക്ക് ഗവൺമെന്റ് ശ്രദ്ധയിലുണ്ടായി. കട്ടപ്പന നഗരസഭയിൽ നടപ്പാക്കുന്ന 43 കോടി രൂപയുടെ കിഫ് പദ്ധതിയുടെയും 20.6 കോടി രൂപയുടെ അമൃത് 2ാം ഘട്ട പദ്ധതിയുടെയും നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കട്ടപ്പന നഗരസഭയിലെ 7420 വീടുകളിൽ കുടിവെള്ളം എത്തിക്കും. അമൃത് പദ്ധതിയുടെ ശിലാഫലകം അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. കല്ലുകുന്നിലെ ജലസംഭരണി നിർമ്മിക്കുവാനായി സ്ഥലം വിട്ടു നൽകിയ സലീന കസാലി, ജമീല ബീവി എന്നിവരെ മന്ത്രി ആദരിക്കുകയും സ്ഥലത്തിന്റെ വില കൈമാറുകയും ചെയ്തു. കട്ടപ്പന നഗരസഭ വൈസ് ചെയർപേഴ്സൺ KJ ബെന്നി, കേരള വാട്ടർ അതോറിറ്റി അംഗം ഷാജി പാമ്പൂരി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, കൗൺസിലർമാരായ സിജോമോൻ ജോസ്, ജാൻസി ബേബി, ധന്യ അനിൽ, സുധർമ്മ മോഹനൻ, ഷാജി കൂത്തോടിയിൽ, പ്രശാന്ത് രാജു, ബിനു കേശവൻ, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് M. തോമസ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ VR സജി, രതീഷ് വരകുമലയിൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി മജീഷ് ജേക്കബ്, വാട്ടർ അതോറിറ്റി മധ്യമേഖല ചീഫ് എഞ്ചിനീയർ VK പ്രദീപ്, പബ്ലിക് ഹെൽത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ NR ഹരി, വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന സർക്കാർ നിലപാടുകൾ തിരുത്തണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ. തൊഴിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരത്ത് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അവകാശ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടിനും സ്വകാര്യവൽക്കരണ നയങ്ങൾക്കും വിരാമമുണ്ടാകണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ആവശ്യപ്പെട്ടു. തൊടുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി അവകാശ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നതൊക്കെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത്, ജീവനക്കാരുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത്, തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത് കോർപ്പറേറ്റ് താല്പര്യം മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം. എത്രയോ കാലമായി BSNL എന്ന് പറയുന്ന സർക്കാരിന്റെ അഭിമാന സ്തംഭമായ കേന്ദ്ര നെറ്റ്വർക്ക് ഒന്ന് അടിമപ്പെടുത്താൻ കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം ആ മേഖല കീഴടക്കാനുള്ള അവസരം ഒരുക്കാനാണ് കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ വേണമെങ്കിലും BSNL അടച്ചുപൂട്ടും എന്ന നിലയിൽ എത്തി. പക്ഷെ ഇപ്പോൾ എന്തോ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. BSNL പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ കണ്ണിൽ കുടിയിടാൻ വേണ്ടി ആയിരിക്കാനാണ് സാധ്യത. അപ്പോ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും എല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകും. നമ്മളൊരിക്കലും സ്വകാര്യ മേഖലയ്ക്ക്, പക്ഷെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും സമന്വയിപ്പിക്കുന്ന ഒരു വികസന നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും എപ്പോഴും ഏറ്റെടുത്തതും വെച്ചുപുലർത്തുന്നതും നടപ്പാക്കിക്കൊണ്ടു. പൊതു ടാപ്പുകളുടെ വെള്ളക്കരം ഇനത്തിൽ ലഭിച്ച 1248 കോടി രൂപ വകമാറ്റിയത് വാട്ടർ അതോറിറ്റിക്ക് തിരികെ നൽകുക, KSEBിക്ക് പ്രതിമാസം 10 കോടി രൂപ കൈമാറാനുള്ള എക്സ്ട്രാ അക്കൗണ്ട് എഗ്രിമെന്റ് റദ്ദാക്കുക, ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റിയെ കടക്കെണിയിലാക്കി 8862.95 കോടി രൂപ നബാർഡിൽ നിന്നും വായ്പ എടുക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, നോൺ പ്ലാൻ ഗ്രാന്റ് കുടിശ്ശിക സഹിതം കൃത്യമായി അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണത്തിലെ എല്ലാ അനോമലികളും പരിഹരിച്ച് കുടിശ്ശിക ഉടൻ അനുവദിക്കുക, GPF പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് വാട്ടർ അതോറിറ്റി അവകാശ സംരക്ഷണ സദസ്സും ഒപ്പുശേഖരണവും നടത്തിയത്. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B. രാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന മുമ്പ് NDS അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആണ് ഈ സർക്കാർ കടന്നു പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് NDSന് കൃത്യമായ നിയമപ്രാബല്യം നൽകുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വെറും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി കൊണ്ടുവന്ന NDSന് നിയമപ്രാബല്യം നൽകുകയാണ് സർക്കാർ ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ പല ആനുകൂല്യങ്ങൾ, PCRG ഉണ്ടായിരുന്നു NDSകാർക്ക്, മരണമടഞ്ഞ ജീവനക്കാരന് അവസാനം ലഭിച്ച പെൻഷൻ മുഴുവൻ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതെല്ലാം വെട്ടിച്ചുരുക്കി വെറും 30% മാറ്റി എല്ലാ തരത്തിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം 14% NDS വിഹിതമാക്കിയപ്പോൾ കേരളത്തിൽ മാത്രം 10% നിലനിർത്തി. അങ്ങനെ മുഴുവൻ തരത്തിലും എന്താണോ അവർ പറയുന്നത് അതിന് വിരുദ്ധമായ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പയിന്റെ സമാപനമായി നവംബർ 5 ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ജില്ലാ പ്രസിഡന്റ് TM ആസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന സദസ്സിൽ സമര വിശദീകരണ പ്രഭാഷണം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ വിനോദ് ഇരവിൽ നടത്തി. സംസ്ഥാന സെക്രട്ടറിമാരായ ഷൈജു TS, കുര്യാക്കോസ് ജോസഫ്, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നൈസാം CA, മുജീബ് PA, ബിനു CP, സെബി M. ജോർജ് എന്നിവർ സദസ്സിനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ വികസന റിപ്പോർട്ടും MM മണി MLA പ്രകാശനം ചെയ്തു. ഹരിത കർമ്മസേന അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നാടിന്റെ വികസനം ഉറപ്പാക്കുകയാണ് വികസന സദസ്സിന്റെ ലക്ഷ്യമെന്ന് MM മണി MLA നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാന നിയമസഭ ഈ വികസന സെമിനാറ് അതിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നതായിട്ട് ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ വികസന റിപ്പോർട്ടും MM മണി MLA പ്രകാശനം ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D ജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജയകുമാരി S ബാബു, വനജകുമാരി, സജീവ് ലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സഹദേവൻ, ശോഭന വിജയൻ, സുരേഷ് പള്ളിയാടി, സിജോ നടക്കൽ, അജീഷ് മുതുകുന്നേൽ, പത്മ അശോകൻ, രമ്യമോൾ PS, നെജിമ സജു, R ഷിബു ചെരിക്കുന്നൽ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ TM ജോൺ, തമ്പി സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണു സുനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുഷ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പിണറായി സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ RSSന് അടിയറ വെച്ചുവെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ആരോപിച്ചു. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ജോബിൻ K കളത്തിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഇതുവരെ ശക്തമായി എതിർത്ത PM ശ്രീ പദ്ധതി ഭരണപക്ഷത്തെ ഘടകകക്ഷികളുടെ എതിർപ്പിനെ പോലും അവഗണിച്ച് അടിയന്തരമായി അംഗീകരിച്ച് ഒപ്പിടുവാൻ കേരളത്തിലുണ്ടായ സാഹചര്യം എന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി VM ഫിലിപ്പച്ചൻ ആവശ്യപ്പെട്ടു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതിനുള്ള മറുപടി സർക്കാർ പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിനു മുൻപിൽ നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് ഇത്ര ഗൗരവതരമായ ഒരു സാഹചര്യം? സ്വന്തം മന്ത്രിസഭയിൽ നിന്ന് CPIയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, CPMനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യയിലെ ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. ആ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ, ഒരു ഗവൺമെന്റിൽ നിന്ന് മാറി നിൽക്കുവാൻ ഒരു രണ്ടാമത്തെ കക്ഷി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തീരുമാനിക്കാൻ പോകുന്നുവെങ്കിൽ അതിനിടയായ സാഹചര്യം അത്യധികം ഗൗരവമുള്ളതാണ് എന്നത് യാതൊരു തർക്കവുമില്ല. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്ന, അവർക്ക് അങ്ങനെ ഒരു കടമുണ്ട്, അഖിലേന്ത്യാ കമ്മിറ്റിയുണ്ട്. അതിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഒക്കെ തിരുവനന്തപുരത്താണ്. അഖിലേന്ത്യാ സെക്രട്ടറി ഡൽഹിയിലൊക്കെ ഇടയ്ക്ക് പോകുമെന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ CPM, തിരുവനന്തപുരം അല്ലെങ്കിൽ കണ്ണൂര്. അപ്പൊ അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പദവിയിലിരിക്കുന്ന MA ബേബി എന്ന് പറയുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചില ആശങ്കകളൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വായിൽ നിന്നൊക്കെ പുറത്തു പ്രത്യേകം പറഞ്ഞു, PM ശ്രീ പദ്ധതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒപ്പിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ധൈര്യത്തിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ അതിന് അനുവദിക്കുകയില്ലെന്ന്. കാരണം ബേബി പറഞ്ഞല്ലോ, എന്നാ പിന്നെ ഞങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ സംഭവിക്കില്ല ധാരണയിലാണ് പറഞ്ഞത്. ജില്ലാ പ്രസിഡന്റ് ജോബിൻ K കളത്തിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു, ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, സജി മാത്യു, രാജിമോൻ ഗോവിന്ദ്, GSM അലക്സ്, ബിജു ഐസക്, ജിബിൻ ജോസഫ്, M തങ്കദുരൈ, രതീഷ് VR, ലിജോമോൻ ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും ഇതുവരെ ആർജിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും ഇനി ആവശ്യമുള്ള വികസനം സംബന്ധിച്ച് പൊതുജന അഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വികസന സദസ് നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചത്. തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിൻ്റെ വികസന പ്രക്രിയയിൽ എത്രത്തോളം പങ്കാളിത്തം വഹിക്കാൻ ഒരു ഭരണസമിതിക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് കാമാക്ഷി പഞ്ചായത്തിൻ്റെ പ്രവർത്തന മികവും നേട്ടങ്ങളും. ഗവൺമെൻറ് വികസന സദസ്സ് എന്ന നിലയിൽ LSTD ഇങ്ങനെയൊരു പ്രോഗ്രാം കേരളം ഒട്ടാകെ സംഘടിപ്പിക്കുന്നത് ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന സുതാര്യമായ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടാനും നല്ല നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനും ഉതകുന്ന നല്ല പങ്കാളിത്തത്തോടു കൂടിയുള്ള ഭരണ സംവിധാനമാണ് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസനങ്ങൾ രണ്ട് തലത്തിലുണ്ടാവും. ഒന്ന്, മേജർ വലിയ വലിയ പദ്ധതികളും നേട്ടങ്ങളുമെല്ലാം ഒരുപക്ഷെ നിങ്ങൾ അറിയാൻ ഇടയാവും. എന്നാൽ പ്രാദേശിക തലത്തിലുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്പരം അറിയാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതൊക്കെ മാറണം, എല്ലാവരും അറിയണം. നാടിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം എല്ലാവർക്കും ഉറപ്പുവരുത്തണം.
ആ നിലയിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് വികസന സദസ്സുകൾക്ക് തുടക്കം കുറിച്ചത്. വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്നവരെ വേദിയിൽ ആദരിച്ചു. പഞ്ചായത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനായി വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും ലഭിച്ച 1.73 കോടി രൂപയുടെ ചെക്ക് CDS ചെയർപേഴ്സൺ ലിസി മാത്യുവിന് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചെല്ലാമടം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി ജോയ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി കവുങ്കൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ, സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാരിജാതം മ്യൂസിക് ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ 26-ന് കരിമണ്ണൂർ കുന്നപ്പള്ളിയിൽ ഓഡിറ്റോറിയത്തിൽ ശ്രാവണ ചന്ദ്രിക എന്ന പേരിൽ വയലാർ അനുസ്മരണവും ഗാനസന്ധ്യയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത സിനിമാ താരം ജാഫർ ഇടുക്കി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പാരിജാതം മ്യൂസിക് ട്രൂപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി നിർവഹിക്കും. സാഹിത്യകാരനും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ CC രാജൻ വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. മലയാളത്തിന്റെ വിപ്ലവ കവിയും ഗാനരചയിതാവുമായിരുന്ന വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാരിജാതം മ്യൂസിക് ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ 30 ഗായകരെ അണിനിരത്തി വയലാർ അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിക്കുന്നു. 26-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് കരിമണ്ണൂർ കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി പ്രശസ്ത സിനിമാ നടൻ ജാഫർ ഇടുക്കി ഉദ്ഘാടനം ചെയ്യും. പാരിജാതം മ്യൂസിക് ട്രൂപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ചടങ്ങിൽ നിർവഹിക്കും. സാഹിത്യകാരനും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ CC രാജൻ വയലാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ 4 സ്വർണവും 2 വെള്ളിയും നേടിയ ബേബി വർഗീസിനെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് 30 ഗായകർ വയലാറിന്റെ സിനിമ നാടക ഗാനങ്ങൾ ആലപിക്കും. പാരിജാതം സംഗീത കൂട്ടായ്മയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30-ന് കരിമണ്ണൂർ കുന്നപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, മലയാളികളുടെ പ്രിയങ്കരനായ ജനകീയ വിപ്ലവ കവിയും സിനിമാ നാടക ഗാന രചയിതാവുമായിരുന്ന വയലാർ രാമവർമ്മ മരിച്ചിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. ഇതോടനുബന്ധിച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. വയലാർ രാമവർമ്മയുടെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സിനിമാ നാടക ഗാനങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് 30-ലധികം ഗായകർ പങ്കെടുക്കുന്ന ഒരു ഗാനമേളയും ഈ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. കരിമണ്ണൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള പാടാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളെ ഒന്നിച്ചുകൂട്ടി രൂപീകരിക്കപ്പെട്ട സംഗീത കൂട്ടായ്മയാണ് പാരിജാതം. അതിൻ്റെ ആദ്യ പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:30-ന് പ്രശസ്ത സിനിമാ നടൻ ജാഫർ ഇടുക്കി നിർവഹിക്കും. അതോടൊപ്പം തന്നെ ഈ ട്രൂപ്പിന്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന പരിപാടിയും അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിസാമോൾ ഷാജിയാണ് നിർവഹിക്കുക. പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ, പ്രോഗ്രാം കൺവീനർ PK ശ്രീകുമാർ, ഷീല തോമസ്, അജിമോൻ MD എന്നിവർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തുവിടന്നു നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് CDS 26ാമത് വാർഷികം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ, അത് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമാണ്. സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടായ്മ എന്ന നിലയിലേക്ക് കേരളത്തിലെ കുടുംബശ്രീക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. കേരളം എല്ലാ കാര്യത്തിലും ലോകത്തിനും രാജ്യത്തിനും മാതൃകയായി നിലകൊള്ളുന്ന പ്രദേശമാണ്. ഇന്ത്യയുടെ തെക്കേറ്റത്ത് കിടക്കുന്ന വലിപ്പം കൊണ്ട് നമ്മൾ വളരെ ചെറുതാണ്. വലിപ്പം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും രാജ്യത്തിനും ലോകത്തിനും ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ കേരളം പാഠപുസ്തകമാണ്. അപ്പോൾ ആ തലത്തിൽ കേരളം രാജ്യത്തിനും ലോകത്തിനും നൽകിയ ഒരു മാതൃകയാണ് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം.
ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ഒക്കെ ആയിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിൽ ഇന്ന് ഏതാണ്ട് 3 പതിറ്റാണ്ടോളം നമ്മുടെ പ്രവർത്തനങ്ങൾ ആ 3 പതിറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ഇന്ന് സമസ്ത മേഖലകളിൽ ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കുടുംബശ്രീ ഇടപെടുകയാണ്. ഇവിടെ നേരത്തെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സൂചിപ്പിച്ചതുപോലെ എന്താണ് കുടുംബശ്രീ എന്നുള്ളത് ചോദിക്കുമ്പോൾ കുടുംബശ്രീ ഇല്ലാതെ ഇന്ന് എന്താണ് എന്നുള്ള നിലയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരു കുടുംബശ്രീ അംഗമാണ് എന്നുള്ളത് ഇന്ന് സമൂഹത്തിനകത്തൊരു അംഗീകാരമാണ്. കുടുംബശ്രീ അംഗം എന്നുള്ളത് സമൂഹത്തിനകത്ത് തന്നെ നമുക്ക് അംഗീകാരം ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയിലാണ് കുടുംബശ്രീയെ സർക്കാർ ഇപ്പോൾ ഇവിടെ മാറി വരുന്ന സർക്കാരുകൾ ഓരോ ബഡ്ജറ്റ് പരിശോധിച്ചാൽ അറിയാം കുടുംബശ്രീക്ക് നീക്കിവെക്കുന്ന വിഹിതം ഓരോ വർഷത്തെയും ബഡ്ജറ്റിൽ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുടുംബശ്രീക്ക് സാമ്പത്തികമായ പിന്തുണ ഓരോ ഗവൺമെന്റുകളും നൽകുന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ കോർഡിനേറ്റർ റെജീന ടി എം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ദീപ ഷാജു, കെ എം സെയ്ദ്, പി പി കുട്ടൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ശ്രീകല സി, ഷജി ബെസി, പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് കെ കെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല മോഹൻ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ, CDS ഭാരവാഹികളായ നെസി ഷൌക്കത്ത്, രാധാ രാജപ്പൻ, മഞ്ജു ബൈജു, റംല ബാവപിള്ള, ഭാമിനി അശോകൻ, മിനി രാജു, ലൈല കെഎം തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഉണ്ണി നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയും കലാമേളയും നടന്നു. കോതമംഗലം. വിലക്കുറവിന്റെ വിസ്മയമൊരുക്കി തൊഴുപുഴ ഒലിവ് ഫർണിച്ചർ ഓഫർ മേള. തൊഴുപുഴ മൂവാറ്റുപുഴ റോഡിൽ അച്ചൻകവലിയിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശത്താണ് ഒലിവ് ഫർണിച്ചർ. വിലക്കുറവിന്റെ മഹാവിസ്മയമാണ് ഒലീവ് ഫർണിച്ചർ ഒരുക്കിയിരിക്കുന്നത്. തേക്ക്, മഹാഗണി, അക്കേഷ്യ, മാഞ്ചിയം തുടങ്ങിയ തടികളിൽ നിർമ്മിച്ച സോഫ, ഡൈനിങ് സെറ്റ്, വാർഡ്രോബ്സ്, കോട്ട്, ടീപോയ്, ഷൂറായ്, സ്റ്റഡി ടേബിൾ, ഓഫീസ് ചെയർ, സിറ്റൌട്ട് ചെയർ, ഊഞ്ഞാൽ, ചാരുബെഞ്ച് തുടങ്ങിയവയുടെ അതിവിപുലമായ ശേഖരമാണ് ഒലീവ് ഫർണിച്ചറിൽ ഒരുക്കിയിരിക്കുന്നത്. രൂപ വിലയുള്ള പ്രീമിയം സോഫയ്ക്ക് 29,900 രൂപയാണ് ഈ ഓഫറിൽ നൽകുന്നത്. 29,900 രൂപയുടെ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ 14,900 രൂപയും 4,000 രൂപ വില വരുന്ന ടീക്ക് ഡൈനിങ് ചെയറിന് 2,500 രൂപയും 7,000 രൂപയുടെ ഫുൾ കവർ ചെയറിന് 3,500 രൂപയും മാത്രമാണ് ഓഫറിലുള്ള വില. കൂടാതെ 8,500 രൂപയ്ക്ക് വാർഡ്രോബും ബെഡിന് 40% ഡിസ്കൗണ്ടും ഒരുക്കിയിരിക്കുന്നു. ഇതോടൊപ്പം ഫുൾ സെറ്റ് ബെഡ്റൂം പാക്കേജിന് 24,900 രൂപയ്ക്കും ലഭിക്കും. എല്ലാ ഫർണിച്ചറിനും 5 വർഷത്തെ വാറന്റിയാണ് ഒലീവ് ഫർണിച്ചർ നൽകുന്നത്. കൂടാതെ EMI-യിൽ ഫർണിച്ചർ വാങ്ങുവാനും അവസരമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തീം അനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്ത് നൽകുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു.
ഫർണിച്ചറിന്റെ അതിവിപുലമായ ശേഖരം അനുഭവിച്ചറിയാൻ തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ അച്ഛൻ കവലയിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശത്തുള്ള ഒലീവ് ഫർണിച്ചർ സന്ദർശിക്കൂ. അടിമാലി ക്ലബ്ബ്, തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെ ഈ മാസം 26-ന് അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് പരമാവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലി ക്ലബ്ബ്, തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ 26-ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കാർഡിയോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപീഡിക്സ്, നെഫ്രോളജി, യൂറോളജി, ജനറൽ സർജറി, ENT, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ് തുടങ്ങി 20ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ECG, ഡോക്ടർ കൺസൾട്ടേഷൻ, പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകളും കുറഞ്ഞ ചിലവിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 26 വരെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നതാണെന്നും സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച സെന്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴയും അടിമാലി ക്ലബ്ബും സംയുക്താഭിമുഖ്യം നടത്താൻ പോകുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആതുർ സേവന രംഗത്ത് 7 പതിറ്റാണ്ടിലേറെ കാലമായി സമാനതകളില്ലാത്ത സേവനം നൽകി വരുന്ന സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഈ വരുന്ന ഞായറാഴ്ച നടത്തപ്പെടുന്ന ക്യാമ്പിൽ കേരളത്തിൽ തന്നെ പ്രമുഖരായ ഡോക്ടർമാർ നേതൃത്വം നൽകുന്നതായിരിക്കും. തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ കാർഡിയോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപീഡിക്സ്, നെഫ്രോളജി, യൂറോളജി, ജനറൽ സർജറി, ENT, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ് തുടങ്ങിയ 20ഓളം വിദഗ്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ECG, ഡോക്ടർ കൺസൾട്ടേഷൻ, പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകളും കുറഞ്ഞ ചെലവിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 26 വരെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നതായിരിക്കും. കേരളത്തിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റും സെന്റ് മേരീസ് ഹോസ്പിറ്റൽ കാർഡിയോളജി മേധാവിയുമായ ഡോക്ടർ മാത്യു അബ്രഹാമിൻ്റെയും കേരളത്തിലെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധനും ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ജേക്കബ് അബ്രഹാമിൻ്റെയും ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ തോമസ് അബ്രഹാമിൻ്റെയും നേതൃത്വത്തിൽ 20ഓളം വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് ചികിത്സ നിർദ്ദേശിക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സൗജന്യമായി ലഭിക്കും. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം 26-ന് രാവിലെ 9-ന് അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിക്കും.
സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തും. കാർഡിയോളജി, ന്യൂറോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് പരമാവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി താലൂക്ക് ആശുപത്രി നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഈ മാസം 26-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കല്ലാർ, കാന്തല്ലൂർ PHCകൾക്കായി പണി കഴിപ്പിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 26-ന് നടക്കുമെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA അടിമാലിയിൽ പറഞ്ഞു. ഈ മാസം 26-ന് വൈകിട്ട് 4-നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ക്രമീകരിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാത്ത് ലാബ് CCU യൂണിറ്റിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ 1-2 നിലകളാണ് OP ബ്ലോക്കിന് വേണ്ടി കൺസൾട്ടിംഗ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള 10 കോടിയിലേറെ രൂപ മുടക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കല്ലാർ, കാന്തല്ലൂർ PHCകൾക്കായി പണി കഴിപ്പിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 26-ന് നടക്കുമെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA അടിമാലിയിൽ പറഞ്ഞു. പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കേരളത്തിൻ്റെ ആദരണീയനായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം വേണമെന്നുള്ളത് ദീർഘനാളത്തെ ആവശ്യമാണ്. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കിഫ്ബി ഫണ്ടിങ്ങിലൂടെ 12.5 കോടി രൂപയുടെ പുതിയ ബിൽഡിംഗാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം കല്ലാർ വട്ടയാറിലുള്ള PHC അതിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും കാന്തല്ലൂർ PHCയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. അപ്പം അവിടുത്തെ തിരക്ക് കുറച്ച് കൊണ്ടുവരുന്നതിന് പുതിയ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ച് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 26-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. 6 മാസം മുൻപ് ബഹുനില കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നീളുകയായിരുന്നു. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ആശുപത്രിയിലെ OP വിഭാഗം പ്രവർത്തിച്ചു വരുന്നത്. പുതിയ സ്ഥല സൗകര്യങ്ങൾ ഒരുങ്ങുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പുതിയ കെട്ടിടത്തിന്റെ അടിനിലയിൽ കാത്ത് ലാബ്, CCU യൂണിറ്റ്, എക്സ്റേ വിഭാഗം എന്നിവയ്ക്കുള്ള സൗകര്യമാണുള്ളത്. ഇതിൽ എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 1-ാം നിലയിൽ ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, 2-ാം നിലയിൽ പീഡിയാട്രിക്സ്, ഒഫ്താൽമോളജി, ഡെന്റൽ, ENT, ജനറൽ OP, ഫീവർ ക്ലിനിക് എന്നിവയ്ക്കുള്ള മുറികളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഴിഞ്ഞ ദിവസം നിര്യാതനെ തൊഴിൽ ന്യൂമാൻ കോളേജിലെയും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെയും മുൻ പ്രിൻസിപ്പലും കോട്ടയം അതിരൂപതയിലെ കോളേജുകളുടെ പ്രോ മാനേജറുമായ താമരക്കാട്ട് തെക്കും പെരുമാലിൽ പ്രൊഫസർ ഡോക്ടർ TM ജോസഫിന്റെ സംസ്കാരം താമരക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ നടന്നു. അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ഭരണ നിപുണൻ, കർഷകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രൊഫസർ ഡോക്ടർ TM ജോസഫ്. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ഭരണ നിപുണൻ, കർഷകൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹനാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഡോക്ടർ TM ജോസഫ് തെക്കും പെരുമാലിൽ. കോട്ടയം അതിരൂപത വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിക്കവേ 62-ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആകസ്മികമായ അന്ത്യം. കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന TM ജോസഫ് കാർഷിക വൃത്തിയെ സ്നേഹിച്ചിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നപ്പോഴും സ്വന്തമായി കപ്പയും വാഴയുമൊക്കെ കൃഷി ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തി. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ 2ാം റാങ്കോടെ MA ബിരുദവും, കേരള സർവകലാശാലയിൽ നിന്ന് MPhil ബിരുദവും, ബാംഗ്ലൂർ സർവകലാശാലയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചിൽ നിന്ന് PhDയും, ജപ്പാനിലെ ക്യൂഷ സർവകലാശാലയിൽ നിന്ന് തദ്ദേശ ഭരണത്തിൽ വനിതാ പങ്കാളിത്തം എന്ന വിഷയത്തിൽ പോസ്റ്റ് ഡോക്ടറൽ ബിരുദവും നേടിയ അദ്ദേഹത്തിന്റെ മൗലിക മേഖല ഗവേഷണമായിരുന്നു. പൊതുസംരംഭങ്ങളുടെ നിയമനങ്ങളിലെ രാഷ്ട്രീയം എന്ന ഗവേഷണ പ്രബന്ധം പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ 10 ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ റിസർച്ച് ജേണലുകളിലും ഹിന്ദു, ഡെക്കാൻ ഹെറാൾഡ്, ദീപിക, അപ്നാദേശ് എന്നീ പത്രമാസികകളിലുമായി 160 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മികച്ച PhD ഗൈഡായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ
ബ്രസൽസിലെ യൂറോപ്യൻ പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് അദ്ദേഹത്തിലെ ഗവേഷകന് ലഭിച്ച അംഗീകാരം കൂടിയാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ലെക്ചററായാണ് ജോസഫ് അധ്യാപക ജീവിതം ആരംഭിച്ചത്. 45-ാം വയസ്സിൽ ന്യൂമാൻ കോളേജിന്റെ പ്രിൻസിപ്പളായി. ഇന്ത്യയിലെ 300-ലധികം വരുന്ന ക്രൈസ്തവ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേന്ദ്ര സംഘടനയായ അയാഷയുടെ ഇന്നവേറ്റീവ് കോളേജ് അധ്യാപകനുള്ള ഫാദർ ടി.എ. മാത്തിയാസ് ദേശീയ പുരസ്കാരം 2001-ൽ ലഭിച്ചത് ജോസഫ് സാറിന്റെ അധ്യാപന മികവിന് തെളിവാണ്. 2016-2019 കാലഘട്ടത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പളായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷവും കറുകടം മൗണ്ട് കാർമൽ സ്വാശ്രയ കോളേജിന്റെ പ്രിൻസിപ്പളായി 4 വർഷം അദ്ദേഹം സേവനം ചെയ്തു. റിസർച്ച് സെന്ററുകൾ, 2 അക്കാദമിക ചെയറുകൾ, എല്ലാ അധ്യാപകരുടെയും റിസർച്ച് ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം തുടങ്ങിയ പല കാര്യങ്ങളും BCM കോളേജിൽ ആരംഭിച്ചതിൽ ജോസഫ് സാറിന് നിർണായക പങ്കുണ്ട്. കോട്ടയം അതിരൂപതയിൽ കോളേജുകളുടെ പ്രോ മാനേജർ സ്ഥാനം വഹിച്ച ഏക അൽമായനാണ് അദ്ദേഹം. കേരളത്തിലെ എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽസ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് രസതന്ത്ര വകുപ്പ് മേധാവിയും സീനിയർ പ്രൊഫസറും ഡീനും സിൻഡിക്കേറ്റ് അംഗവുമായിരുന്ന കൈപ്പുഴ ഇലക്കാട്ട് ഡോക്ടർ ബീന മാത്യു ആണ് ഭാര്യ. അജയ്, വിജയ് എന്നിവർ മക്കളാണ്. സംസ്കാരം താമരക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്നാനായ കത്തോലിക്ക പള്ളിയിൽ നടന്നു. വസതിയിലും പാരിഷ് ഹാളിലും പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണല്ലോ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് നന്മയുടെ മഹത്വം ധാരാളമായി പ്രകാശിപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് ദുഃഖമല്ല, അഭിമാനമാണ് നൽകേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ ബീനയ്ക്കും മക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുശോചനങ്ങൾ അറിയിക്കുന്നു. തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി കടന്നു പോകുന്ന ജോസഫ് സാറ് നമുക്കെല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ. സാധാരണ എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന് ജീവിതത്തെ പ്രകാശമാനമാക്കുകയും ഒപ്പം സമൂഹത്തിന് മുഴുവൻ നന്മയുടെ കതിരുകൾ വിതറുകയും ചെയ്യുന്ന ജോസഫ് സാറിനെ പോലുള്ള ആളുകളുടെ വ്യക്തിത്വം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനദായകമാണ്. നാം ആയിരിക്കുന്ന ഏത് അവസ്ഥയിലും നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ പറ്റും എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ് ജോസഫ് സാർ അവശേഷിപ്പിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ആയിരിക്കുന്നത് ഏത് മേഖലയിലാണെന്നോ ഏത് ജോലിയിലാണെന്നോ ഉള്ളതല്ല, എനിക്ക് മനസ്സുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച ജോസഫ് സാറിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പാറപ്പുഴ സെന്റ് ജൂഡ് കപ്പളയിൽ വിശുദ്ധ യൂദാ തദേവോസിന്റെ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. കുന്നക്കുരുടി സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ജോർജ് മാങ്കുളം ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകി. പാറപ്പുഴ സെന്റ് ജൂഡ് കപ്പേളയിൽ അസാധ്യകാര്യങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസിന്റെ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. കുന്നക്കുരുടി സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോർജ് മാങ്കുളം ആഘോഷപൂർവമായ പാട്ട് കുർബാനയും വചന സന്ദേശവും നൽകി. നിങ്ങൾക്കേവർക്കും പ്രത്യേകമായിട്ട് ശ്രീഹായുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ ഏറ്റവും ഹൃദയപൂർവ്വം ഈ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ തിരുനാൾ ആഘോഷം നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പുതുക്കം വരുത്തുന്ന നിമിഷമാണ്. നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ അതുവരെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വാസത്തെ നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടും ഉത്സാഹത്തോടും തീക്ഷ്ണതയോടും കൂടെ ജീവിക്കുന്നവരായി മാറിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആത്മശോധനയുടെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ് തിരുനാൾ ആഘോഷം. ഓരോ ദിവസവും നാം യേശുവിൽ രൂപപ്പെടേണ്ടിയിരിക്കുന്നു, വളരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഹിതപരിശോധനാ സമയമാണ്.
ആഘോഷങ്ങളുടെ അതെല്ലാം പുറമേയുള്ള ചടങ്ങുകളാണ്. ഈ ആഘോഷങ്ങളെല്ലാം നമ്മളെ ആത്മീയമായി വളർത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതാണ് ഈ തിരുനാൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് പ്രദക്ഷിണവും പ്രസിദ്ധേന്തി നേർച്ചയും നടത്തി. ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കേക്കുടി തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ RSSന് അടിയറ വെച്ചുവെന്ന് KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി BM ഫിലിപ്പച്ചൻ ആരോപിച്ചു. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാരിജാതം മ്യൂസിക് ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ 26-ന് വയലാർ അനുസ്മരണവും ഗാനസദ്യയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.